കേന്ദ്ര സർക്കാർ അനുവദിച്ച ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് എക്സ്പ്രസ് കോട്ടയത്തെത്തി. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ബിജെപി പ്രവർത്തകർ ട്രെയിനിന് സ്വീകരണം നൽകി. സംസ്ഥാന സർക്കാർ അയ്യപ്പ ഭക്തരെയും ശബരിമല തീർത്ഥാടനത്തെയും അവഗണിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ കരുതലായി മാറുകയാണ് വന്ദേ ഭാരത്. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ചെന്നൈ കോട്ടയം ശബരി സ്പെഷ്യൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ സർവീസ് പൂർത്തിയായി. രാവിലെ 4:30 ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട വന്ദേ ഭാരത് വൈകിട്ട് 4:15 കോട്ടയത്തെത്തി. ഡിസംബർ 15, 17, 22, 24 തീയതികളിൽ ചെന്നൈയിൽ നിന്ന് കോട്ടയത്തേക്കും ഡിസംബർ 16, 18, 23, 25 തീയതികളിൽ കോട്ടയത്ത് നിന്ന് ചെന്നൈയിലേക്കുമാണ് സർവീസ്. വന്ദേ ഭാരതത്തിന് കോട്ടയത്ത് ബിജെപി പ്രവർത്തകർ സ്വീകരണം നൽകി. അയ്യപ്പ ഭക്തർക്കുള്ള കേന്ദ്രത്തിന്റെ കരുതൽ ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾക്കും സഹായകമായതായി ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുമ്പോഴാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു സമ്മാനമായിട്ട് വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് തന്നെ 10,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പിൽഗ്രിം സെൻറ്റർ ഈ റെയിൽവേ സ്റ്റേഷനിൽ പണി പൂർത്തിയാക്കി അയ്യപ്പന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിച്ചിരുന്നു. സ്പെഷ്യൽ ട്രെയിനുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സമ്മാനം തന്നെയാണ്. വന്ദേ ഭാരത് ട്രെയിനാണ് അനുവദിച്ചിരിക്കുന്നത്. റെയിൽവേ ഈ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു ശബരിമല തീർത്ഥാടകർക്ക് മാത്രമല്ല, ഇത് ഈ ക്രിസ്മസ്, ന്യൂ ഇയർ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് ഈ ട്രെയിൻ. തീർത്ഥാടന കാലത്ത് വന്ദേ ഭാരത് അനുവദിച്ചതിൽ അയ്യപ്പന്മാരും സന്തോഷത്തിലാണ്. अच्छा है वंदे भारत, अच्छा है. खम्मम से आया मैं, अच्छा है. तेलंगाना से फैसिलिटी ओके, नंबर 1. जल्दी आता है, जल्दी जाता है, नंबर 1 कॉल. രാവിലെ 4:40 കോട്ടയത്തു നിന്നും പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 5:15 ചെന്നൈയിലെത്തും. കേരളത്തിൽ പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ എന്നിവിടങ്ങളിലാണ് വന്ദേ ഭാരതിന് സ്റ്റോപ്പുള്ളത്. ജനം, കോട്ടയം.